ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സിയാച്ചിൻ സന്ദർശിക്കും. ബേസ് ക്യാമ്പിൽ സൈനികരുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിൽ 22,600 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ അടിയന്തര പരിഷ്കാരങ്ങൾ വേണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ രൂക്ഷമാകുന്നതിൽ ആശങ്ക വ്യക്തമാക്കി ലോക നേതാക്കൾ. പ്രശ്നപരിഹാരത്തിനുള്ള നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കി അമേരിക്ക. കേരള ട്രാവൽ മാർട്ടിന്റെ 12ാം പതിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മക്കാവോ ഓപ്പൺ ബാഡ്മിന്റൺ ആദ്യ മത്സരത്തിൽ കിഡംബി ശ്രീകാന്തിന് വിജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സിയാച്ചിൻ ബേസ് ക്യാമ്പ് സന്ദർശിക്കും. സന്ദർശന വേളയിൽ അവിടെ നിയോഗിച്ചിട്ടുള്ള സൈനികരുമായി അവർ ആശയവിനിമയം നടത്തും. സിയാച്ചിൻ സന്ദർശിക്കുന്ന രാജ്യത്തെ 3ാമത്തെ രാഷ്ട്രപതിയാണ് ശ്രീമതി മുർമു. ശ്രീ APJ അബ്ദുൽ കലാമും ശ്രീ രാംനാഥ് കോവിന്ദുമാണ് ഇതിനു മുൻപ് സിയാച്ചിൻ ബേസ് ക്യാമ്പ് സന്ദർശിച്ചിട്ടുള്ള രാഷ്ട്രപതിമാർ. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന സിയാച്ചിൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധമുന്നണിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിലെ പൂനെ സന്ദർശിക്കും. 22,600 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. ജില്ലാ കോടതി മുതൽ പൂനെയിലെ സൊർഗേറ്റു വരെയുള്ള മെട്രോ ട്രെയിൻ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ദൌത്യത്തിന് കീഴിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഏകദേശം 130 കോടി രൂപ വിലമതിക്കുന്ന രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ ശ്രീ മോദി രാജ്യത്തിന് സമർപ്പിക്കും. പൂനെ, ഡൽഹി, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ ശാസ്ത്രീയ ഗവേഷണം സുഗമമാക്കുന്നതിന് ഈ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കും. കാലാവസ്ഥാ ഗവേഷണങ്ങൾക്കായി രൂപപ്പെടുത്തിയ ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള കമ്പ്യൂട്ടിംഗ് സംവിധാനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കും വിധം ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ അടിയന്തര പരിഷ്കാരങ്ങൾ വേണമെന്ന് ഇന്ത്യ. ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി ഡോക്ടർ എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ബ്രസീലിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന 2ാമത് G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തെ അദ്ദേഹം ഇന്നലെ അഭിസംബോധന ചെയ്തു. വിശദാംശങ്ങളിലേക്ക്. പരസ്പരബന്ധിതവും പരിവർത്തനാത്മകവുമായ ലോകക്രമത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ സഹായിക്കുന്ന വ്യാപാര നിക്ഷേപ നയങ്ങളെ ഇന്ത്യ ശക്തമായി പിന്തുണയ്ക്കുന്നതായി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. പ്രാതിനിധ്യവും വിശ്വസനീയതയും ഉറപ്പാക്കാൻ ഐക്യരാഷ്ട്രസഭ പരിഷ്കരിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യകത വിദേശകാര്യമന്ത്രി ഊന്നി പറഞ്ഞു. സുരക്ഷാ കൌൺസിലിലെ സ്ഥിരവും തിരഞ്ഞെടുക്കപ്പെട്ടതുമായ അംഗങ്ങളുടെ വിപുലീകരണവും പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുത്തണം. ഇന്ത്യയുടെ G20 അധ്യക്ഷതാ കാലയളവിൽ ബഹുമുഖ വികസന ബാങ്കുകളുടെ പരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യാൻ അന്താരാഷ്ട്ര സാമ്പത്തിക വിദഗ്ധരുടെ ഒരു പാനൽ രൂപീകരിച്ചു അവരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചിരുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പൊതുസഭാ സമ്മേളനത്തിനോടനുബന്ധിച്ച് ശ്രീ ജയശങ്കർ ഇന്നലെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തി. ബെൽജിയം പ്രധാനമന്ത്രിയുമായും ന്യൂസിലൻഡ് വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ചർച്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ 9ാമത് വാർഷിക യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുത്തു. സ്വകാര്യ മേഖലയിലെ വിഭവങ്ങൾ സമാഹരിക്കുന്നതിനൊപ്പം നൂതന സാമ്പത്തിക ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കാനും ശ്രമമുണ്ടാകണമെന്ന് യോഗത്തിൽ സംസാരിച്ച ധനമന്ത്രി പറഞ്ഞു. ഉപഭോക്തൃ കേന്ദ്രീകൃത സമീപനം, കോവിഡ് മഹാമാരി കാലത്തെ ചടുലമായ പ്രതികരണം, കാലാവസ്ഥാ കേന്ദ്രീകൃത നയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ധനസഹായം തുടങ്ങിയ സംരംഭങ്ങളിൽ AIBBയെ ശ്രീമതി നിർമ്മല സീതാരാമൻ അഭിനന്ദിച്ചു. ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളുടെ ഇന്ത്യൻ അനുഭവം പങ്കുവച്ച ധനമന്ത്രി നഗര അടിസ്ഥാന സൌകര്യങ്ങൾ, മൊബിലിറ്റി, പുനരുപയോഗ ഊർജ്ജം എന്നിവയിൽ ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ വേണ്ടിവന്നാൽ ലെബനനിൽ കടന്നാക്രമണം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്താൻ ഇസ്രായേൽ സൈനിക മേധാവി സൈന്യത്തിന് നിർദ്ദേശം നൽകി. ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ബോംബാക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്. സ്ഥിതിഗതികൾ രൂക്ഷമാകുന്നതിൽ ലോക നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചു. സമ്പൂർണ്ണ യുദ്ധം തടയാൻ അമേരിക്കയും സഖ്യകക്ഷികളും അക്ഷീണം പ്രയത്നിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. ഗാസയിൽ ഉൾപ്പെടെ സംഘർഷങ്ങൾ പരിഹരിക്കാൻ പുതിയ നയതന്ത്ര സംരംഭത്തിനും അമേരിക്ക തുടക്കമിട്ടു. തെക്കൻ ലെബനനിലും വടക്ക് ഹിസ്ബുള്ള ശക്തി കേന്ദ്രമായ ബെക്ക താഴ്വരയിലും ഇസ്രായേൽ ആക്രമണം നടത്തി. ലെബനനിൽ 5 ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചതായി വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബൌഹബീബ് അറിയിച്ചു. വടക്കൻ അതിർത്തി പ്രദേശങ്ങളിലെ ഇസ്രായേലികൾക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ
സൌകര്യമൊരുക്കുമെന്ന് ബെന്യാമിൻ നെതന്യാഹു ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം സമാധാനപരം. ഒടുവിലത്തെ കണക്കനുസരിച്ച് 54.11% പോളിംഗ് രേഖപ്പെടുത്തി. 26 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് പൂർത്തിയായത്. ബഹിഷ്കരണങ്ങൾക്കും ഭീഷണികൾക്കും സാക്ഷ്യം വഹിച്ച കശ്മീർ താഴ്വര ഇപ്പോൾ ജനാധിപത്യ ആഘോഷങ്ങളിൽ പങ്കാളികളാകുകയാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 29 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 114-ാം പതിപ്പാണിത്. പരിപാടിയിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന നമ്പറിലോ MyGov ഓപ്പൺ ഫോറത്തിലോ മറ്റന്നാൾ വരെ അറിയിക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരള ട്രാവൽ മാർട്ടിന്റെ 12-ാം പതിപ്പ് ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. ഉത്തരവാദിത്ത ടൂറിസം, മീറ്റിംഗ്സ്, ഇൻസെന്റീവ്സ്, കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻസ് അഥവാ മൈസ്, വിനോദസഞ്ചാരം, വെഡിംഗ് ഡെസ്റ്റിനേഷൻ, ക്രൂസ് ടൂറിസം തുടങ്ങിയ മേഖലകളിലാണ് ഇത്തവണ ട്രാവൽ മാർട്ട് കേന്ദ്രീകരിക്കുന്നത്. ചടങ്ങിൽ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, കെ എൻ ബാലഗോപാൽ തുടങ്ങിയവർ പങ്കെടുക്കും. 2024 കേരള നികുതി ചുമത്തൽ നിയമങ്ങളുടെ ഭേദഗതി ഓർഡിനൻസിന്റെ കരട് സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ചു. ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാനും ധാരണയായി. മന്ത്രിസഭായോഗ തീരുമാനങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. ഓണത്തോടനുബന്ധിച്ച് ആലപ്പുഴ തുറമുഖത്തിലെ 299 തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്ക് 5250 രൂപ വീതം നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. 2 ആഴ്ചത്തെ സൌജന്യ റേഷനുള്ള തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും. പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് അപകടത്തിന്റെ വിചാരണയ്ക്കായുള്ള കോടതിക്ക് പുതിയ തസ്തികകൾ അനുവദിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. ഇടുക്കി ദേവികുളം നിയോജക മണ്ഡലത്തിലെ മൂന്നാർ പോതമേട് റോഡിൽ പുതിയ പാലം നിർമ്മാണത്തിനുള്ള ടെൻഡറിനും തിരുവനന്തപുരം പടിഞ്ഞാറ്റുമുക്ക് സ്റ്റേഷൻ കടവ് റോഡ് പ്രവർത്തിക്കുള്ള ടെൻഡറിനും അംഗീകാരം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രാജ്ഭവനിൽ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. കർണാടകയിലെ ശിരൂരിൽ തെരച്ചിലിൽ കണ്ടെത്തിയ കോഴിക്കോട് സ്വദേശിയായ ട്രക്ക് ഡ്രൈവർ അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. മൃതദേഹം അർജുന്റേതെന്ന് സ്ഥിരീകരിക്കുന്നതിനായി DNA സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കും. ദൌത്യം പൂർത്തിയാക്കിയതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക സർക്കാരിന് നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വന്ന 100 ദിനത്തിനിടെ അടിസ്ഥാന സൌകര്യം, കർഷകർ, മധ്യവർഗക്കാർ, വനിതകൾ, യുവജനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ 15 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ഏകീകൃത പെൻഷൻ പദ്ധതി പ്രകാരം 23 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് 50% പെൻഷൻ ഉറപ്പാക്കി. വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്കുള്ള വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതിക്ക് അംഗീകാരം നൽകി. കേന്ദ്ര മന്ത്രാലയങ്ങളും വകുപ്പുകളും 15,000-ലധികം യുവാക്കൾക്ക് സർക്കാർ ജോലിക്കുള്ള നിയമന കത്തുകൾ കൈമാറി. ശുചിത്വത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിന്റെ ഭാഗമായി ഡൽഹിയിലെ സൂചന ഭവനിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് ഇന്നലെ പങ്കെടുത്തു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആതിഥേയത്വം വഹിച്ച പരിപാടിയിൽ ശുചിത്വവും സുസ്ഥിര പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധരായി തുടരാൻ അദ്ദേഹം മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും പരിപാടിയിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി ആരംഭിച്ച ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന്റെ തുടർച്ചയായി അദ്ദേഹം വൃക്ഷത്തൈ നടീൽ യജ്ഞവും ആരംഭിച്ചു. 2023-24 കാലയളവിൽ രാജ്യത്തെ മൊത്തം ഭക്ഷ്യധാന്യ ഉൽപാദനം സർവകാല റെക്കോർഡായ 3322 ലക്ഷം മെട്രിക് ടണ്ണായി ഉയരുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം. 2022-23 അപേക്ഷിച്ച് 26 ലക്ഷം മെട്രിക് ടൺ കൂടുതലാണിത്. അരി, ഗോതമ്പ്, ചെറുധാന്യങ്ങൾ എന്നിവയുടെ മികച്ച ഉൽപാദനമാണ് റെക്കോർഡ് വർധനയ്ക്ക് കാരണം. ഇന്ത്യൻ പുരുഷ സിംഗിൾസ് താരം കിഡംബി ശ്രീകാന്തിന് മക്കാവു ഓപ്പൺ ബാഡ്മിന്റണിൽ ആദ്യ മത്സരത്തിൽ വിജയം. ഇന്നലെ ഇസ്രായേലിന്റെ ഡാനിൽ ദുബോവെങ്കോയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചു. സ്കോർ 21-14, 21-15. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സിയാച്ചിൻ സന്ദർശിക്കും. ബേസ് ക്യാമ്പിൽ സൈനികരുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിൽ 22,600 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ അടിയന്തര പരിഷ്കാരങ്ങൾ വേണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ രൂക്ഷമാകുന്നതിൽ ആശങ്ക വ്യക്തമാക്കി ലോക നേതാക്കൾ. പ്രശ്നപരിഹാരത്തിനുള്ള നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കി അമേരിക്ക. കേരള ട്രാവൽ മാർട്ടിന്റെ 12-ാം പതിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും.
മക്കാവോ ഓപ്പൺ ബാഡ്മിന്റൺ ആദ്യ മത്സരത്തിൽ ഇടംബി ശ്രീകാന്തിന് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.